എക്സൽ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Today we are going to learn pivot table. Learn with example in just 10 minutes. നിസ്സാരമായ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം. ഞാനൊരു കമ്പനീൻ്റെ ബ്രാഞ്ചസ് കാണിച്ചിട്ടുണ്ട്. എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം. അതിലെ മെയിൽ വർക്കേഴ്സ്, ഫീമെയിൽ വർക്കേഴ്സിന് ജസ്റ്റ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മെയിൽ 22, 1, 12, 3, ഫീമെയിൽ 4, 8, 9, 8. നമ്മൾ ഈ ഡാറ്റ വെച്ചിട്ട് ഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ്. പൈ ഡയഗ്രാം, ബാർ ഡയഗ്രാം, ലൈൻ ഡയഗ്രാം ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അത് പിവറ്റ് ടേബിളാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. പിവറ്റ് ടേബിളിൻ്റെ വിസാർഡ് കാണും, അത് ക്ലിക്ക് ചെയ്യുക. യു ക്യാൻ സി ദ ഫസ്റ്റ് ഐക്കൺ ഓഫ് ദ പിവറ്റ് ടേബിൾ. സോ ദ വിസാർഡ് ഈസ് ഓപ്പൺ. അതിൽ ഡാറ്റ റേഞ്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വേണ്ട ഏരിയ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഓൾറെഡി അത് സെലക്റ്റഡായി കാണാം, കാരണം നമ്മൾ ആ ടേബിളിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടാണ് വിസാർഡ് ഓപ്പൺ ചെയ്തത്, അതുകൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാനുവലി സെലക്ട് ചെയ്യേണ്ടി വന്നേനെ. ആൻഡ് നെക്സ്റ്റ് പിവറ്റ് ടേബിൾ എവിടെ വരേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ന്യൂ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് കാണിക്കാം. ഇവിടെ എക്സിസ്റ്റിംഗ് ആണ് കാണിച്ചത്, അതുകൊണ്ട് സെയിം പേജിൽ തന്നെ വന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഫീൽഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. വേണ്ട ഫീൽഡുകൾ സെലക്ട് ചെയ്യാം. ഞാൻ ബ്രാഞ്ച്, മെയിൽ, ഫീമെയിൽ 3 സെലക്ട് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ സീ ദ ഓട്ടോമാറ്റിക്കലി കൗണ്ട് ഇസ് കമ്മിങ് അഗെയിൻസ്റ്റ് ദാറ്റ്. ഫോർമുല യൂസ് ചെയ്ത് ഗ്രാൻഡ് ടോട്ടലും വന്നു. അതാണ് പിവറ്റ് ടേബിളിലെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. ഓക്കെ, നമുക്ക് ഗ്രാഫ് ഏതൊക്കെ വേണമെന്ന് വെച്ചാൽ ആ ഫീൽഡ് സെലക്ട് ചെയ്തിട്ട് അനലൈസ് ടാബ് എടുക്കുക, അതായത് സെക്കൻഡ് ലാസ്റ്റ് ടാബ് എടുക്കുക. അതിൽ റൈറ്റ് സൈഡിൽ കാണാം പിവറ്റ് ചാർട്ട് എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പല ടൈപ്പ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ബാർ ഡയഗ്രാം വേണോ, പൈ ചാർട്ട് വേണോ, ലൈൻ ഡയഗ്രാം വേണോ, ഏത് വേണം സെലക്ട് ചെയ്യാം നമുക്ക്. ഇത് ലൈൻ ഡയഗ്രാമാണ്. കോളം ടൈപ്പ് ഗ്രാഫും ആക്കാം. ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓരോ ബ്രാഞ്ച് വൈസ് ബ്ലൂ കളർ മെയിൽസിനെയും ഓറഞ്ച് കളർ ഫീമെയിൽസിനെയും കാണിക്കുന്നുണ്ട്. ഒന്നും കൂടി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇതിലൊരു വാല്യൂ മാറ്റി നോക്കാം. ഫോർ എക്സാമ്പിൾ എറണാകുളം ഫീമെയിൽസ് 4 32 ആക്കിയിട്ടുണ്ട്. ബട്ട് ഞാൻ സി പിവറ്റ് ടേബിൾ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിളി ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ഫോർ റിഫ്രഷിങ് ഏതെങ്കിലും സെല്ലിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന ലിസ്റ്റിൽ റിഫ്രഷ് സെലക്ട് ചെയ്യുക. ഓറൽസ് F5 ഞെക്കിയാലും റിഫ്രഷ് ആവുന്നതാണ്. സോ റിഫ്രഷ് ആയപ്പോൾ തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തു, ബാറിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തു. യു ക്യാൻ സീ പിവറ്റ് ടേബിൾ ഈസ് അപ്ഡേറ്റഡ് അക്കോർഡിംഗ്ലി ദ ഗ്രാഫ് ഈസ് റിഫ്ലക്റ്റഡ്. നോക്കുകയാണെങ്കിൽ ഒരു ബ്രാഞ്ച് മാത്രമായിട്ട് എടുത്ത് നോക്കാം. ഫോർ ദാറ്റ് താഴത്തുള്ള ഫിൽറ്റർ സെലക്ട് ചെയ്യണം. അപ്പോൾ എല്ലാ ബ്രാഞ്ച് കാണാം, അതിൽ വേണ്ട ബ്രാഞ്ച് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് മാത്രം വരും. നമ്മളിവിടെ എറണാകുളം ബ്രാഞ്ചാണ് കണ്ട്, നമുക്ക് വേണമെങ്കിൽ ബ്രാഞ്ച് മാറ്റാം. ഇവിടെ സെലക്ഷൻ മാറ്റി കൊടുത്താൽ മതി. അതുപോലെ വേണ്ട ഡിസ്ട്രിക്റ്റ് മാറി മാറി സെലക്ട് ചെയ്യാം. തൃശ്ശൂർ എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്തല്ല, അതുകൊണ്ട് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ഡാറ്റ ലേബിൾസ് ക്ലിക്ക് ചെയ്യുക. അഗെയിൻ ആഡ് ഡാറ്റ ലേബിൾസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ പെർട്ടിക്കുലർ വാല്യൂ ഒന്ന് സിമിലർലി അടുത്ത ബാറിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അഗെയിൻ സെയിം ആഡ് ഡാറ്റ ലേബിൾസ്, അഗെയിൻ ആഡ് ഡാറ്റ ലേബിൾസ് സെലക്ട് ചെയ്യുക. സോ രണ്ട് വാല്യൂയും ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നോട്ട് ഓൺലി ഫോർ ദിസ് ഡിസ്ട്രിക്റ്റ് ഫിൽറ്റർ മാറ്റി അറിയാം, എല്ലാത്തിലും റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നൗ ബാർ ഡയഗ്രാം വേണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചാർട്ട് ടൈപ്പ് ആക്കിയാൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, യു ക്യാൻ സീ പൈ ഉണ്ട്, ലൈൻ ഡയഗ്രാം ഉണ്ട്. ഓക്കെ, ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഫോർ ടൈമിങ് നമുക്ക് ലൈൻ എടുത്ത് നോക്കാം വിത്ത് സെയിം ഡാറ്റ. കണ്ടോ, ഇതിൻ്റെ ഡിസ്പ്ലേ രീതി മാറി. ഇതിൽ ജസ്റ്റ് പോയിൻറ്റ്സാണ് വരുന്നത്. ബേസ്ഡ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് വാല്യൂസ് ഈച്ച് ആർ കണക്റ്റഡ് വിത്ത് ലൈൻസ്. നമുക്ക് ഇനി ചേഞ്ച് ചെയ്തിട്ട് പൈ ചാർട്ട് നോക്കാം.
പൈ ചാർട്ട് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റ് മാത്രം ആദ്യം നോക്കാം. ഇനിഷ്യലി മെയിൽസ് മാത്രമാണ് കാണിച്ചത്. നമുക്കിവിടെ ആക്സിസ് കാറ്റഗറിയിൽ വാല്യൂ ആണ് വേണ്ടത്. അതേപോലെ തന്നെ ലെജൻഡിൽ ബ്രാഞ്ചസാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ ദ റേഷ്യോ ഓഫ് ദ വാല്യൂ. ക്ലിയറായി മനസ്സിലാവും മെയിൽസാണ് കൂടുതൽ than females for this particular district. So graphical representation ഒരു റിപ്പോർട്ട് റെഡിയാക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. വേറെ ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ നോക്കാം. അപ്പോൾ ഇൻ ഷോർട്ട് പിവറ്റ് ടേബിൾ ഉണ്ടെങ്കിൽ നിമിഷ സമയം കൊണ്ട് നമുക്ക് ഗ്രാഫ്സും കാര്യങ്ങളും ടേബിൾസ് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ആവും. വാല്യൂസ് ആഡപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. നമുക്ക് ഫോർമുല ഉപയോഗിക്കാതെ തന്നെ നിസ്സാര സമയം കൊണ്ട് തന്നെ അതിന് ടോട്ടലും സബ് ടോട്ടലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും എക്സലിൻ്റെ ഷോർട്ട് കട്ടാണ് പിവറ്റ് ടേബിൾ. നമുക്ക് പല പല റിപ്പോർട്ടുകളിൽ അത് ഭയങ്കര ഉപകാരപ്പെടുന്നതാണ്. എല്ലാ ടൈപ്പ് ഗ്രാഫ്, ഏത് ടൈപ്പ് ഗ്രാഫാണെങ്കിലും നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ റിപ്പോർട്ടിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടാനും ഒരു കുറച്ചും കൂടി പ്രൊഫഷണൽ ലെവലോട്ട് എത്തിക്കാനും പിവറ്റ് ടേബിൾ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിവറ്റ് ടേബിൾ ആൻഡ് റിലേറ്റഡ് ഗ്രാഫ്സ് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയുള്ള ടൂളാണ്. സെയിൽസിലും മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഉപകാരപ്പെടും. അവരുടെ മന്ത്ലി റിപ്പോർട്ട്, വീക്ക്ലി റിപ്പോർട്ടിലൊക്കെ യൂസ്ഫുള്ളാണ്. ചില സ്റ്റുഡൻസിനും പ്രൊജക്റ്റ് ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. മേക്ക് ഇറ്റ് മോർ പ്രൊഫഷണൽ. Go deep with pivot table. So we can wind up for the time being. So please subscribe my channel for getting more related topics for discussion. Thank you for watching. Subscribe my channel. Don't forget to press the bell button, like and share. Thank you for watching.